ഹായ്, ഇന്നലെ നമ്മളൊരു ഈവൻറ്റിന് പോകാൻ റെഡി ആയില്ലായിരുന്നു. ആർട്ട് ജേർണലിംഗ് ആൻഡ് സൗണ്ട് ഹീലിംഗ്. അതെന്താണെന്ന് അറിയണ്ടേ? ഞാൻ റെഡി ആയ ശേഷം ജോലും ഞാനും കൂടി നേരെ കാർത്തൂനെ പിക്ക് ചെയ്യാനാണ് പോയത്. കാരണം ഞാനും കാർത്തും കൂടിയായിരുന്നു ഈ ഈവൻറ്റിന് പോകുന്നത്. ഞങ്ങൾ ജോല് ജുവൽസ് ബൈ ഡാപ്പൂർ എലനിൽ ഡ്രോപ്പ് ചെയ്തു. കാരണം അവിടെ വെച്ചായിരുന്നു ഈ ഈവൻറ്റ് നടക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പേരെഴുതിയിട്ടുള്ള ഒരു ബോക്സ് നമ്മൾ ഇരിക്കുന്ന ചെയറിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു. ഒരു ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കിറ്റ്. പിന്നെ ഉള്ളത് ഒരു ഗിഫ്റ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് സ്പോൺസർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ആയിരുന്നു അവർ തന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നെ പയ്യെ എല്ലാവരും എത്തി. അപ്പോഴത്തേക്കും നമ്മുടെ ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആർട്ട് ജേർണലിംഗ് ഉള്ള മാഗി മർക്കിയും സൗണ്ട് ഹീലിങ്ങിൻ്റെ ഫെയയും കൂടെ ആയിരുന്നു ഇതിൻ്റെ ഈവൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഫുൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം ആർട്ട് ജേർണലിങ്ങിലായിരുന്നു ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു ആർട്ട് ജേർണലിങ്ങിന് വേണ്ടിയുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ബുക്ക് മാത്രമല്ല, വേറെ കുറച്ച് കിറ്റ്, പെന്നൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ ഞാൻ പേനയൊക്കെ കൊണ്ടുപോയി. അവരെല്ലാം ഐറ്റംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കാര്യങ്ങളെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അവർ. അതിനനുസരിച്ച് അതിൽ ചോദിക്കുന്ന എന്താണോ അതിൽ നമ്മൾ വലിയ ഇതൊന്നുമില്ല, ചെറുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതണം. അതിനുശേഷം നമ്മുടെ കറക്റ്റായിട്ടുള്ള ആർട്ട് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിനുവേണ്ടി നമുക്ക് കുറേ ബുക്സ്, മാഗസീനൊക്കെ തന്നായിരുന്നു. കാരണം അതിൽ നിന്നുള്ള പേപ്പർ കട്ടിങ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി. അത് മാത്രമല്ലായിരുന്നു, പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി പെൻസില്, വാട്ടർ കളേഴ്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തു. അതുകൂടാതെ നമ്മുടെ കിറ്റിനകത്ത് കുറേ സ്റ്റിക്കേഴ്സും പേപ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും കാർത്തും പെയിൻറ്റിങ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് പേപ്പർ കട്ടിങ്സ് വെച്ചായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ച്, പിന്നെ അവർ തന്നെ കുറേ കോട്ട്സ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ വെച്ചായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഇതിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ലെന്ന് അവർ പറഞ്ഞു. കാരണം ഇവിടെ നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഫ്രീ ഓഫ് സ്പേസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മൈൻഡിൽ തോന്നാം അത് വെച്ച് ഈ ആർട്ട് ജേർണലിംഗ് ചെയ്യാനായിരുന്നു അവർ പറഞ്ഞത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേര് ചെയ്തതൊക്കെ അവസാനം കണ്ടപ്പം ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു. ചെയ്ത് വന്ന് സ്റ്റാർട്ടിങ് നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും അവസാനം ചെയ്ത് വന്നു കഴിയുമ്പം നല്ലതായിരുന്നു. പിന്നെ ഇവരുടെ ഒരു ഫീഡ്ബാക്കൊക്കെ നമ്മൾ എഴുതി കൊടുക്കുകയൊക്കെ വേണമായിരുന്നു. ഇതായിരുന്നു ആർട്ട് ജേർണലിങ്ങിൻ്റെത്. അടുത്ത സൗണ്ട് ഹീലിങ്ങിൻ്റെത് ഞാൻ പാർട്ട് 2 ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ.